ഉത്തർപ്രദേശിലെ ആഗ്രയിലായിരുന്നു വിജയ് ശർമ്മ നീലം ശർമ്മ ദമ്പതികൾ താമസിച്ചിരുന്നത്. അവർക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു മകനും ഒരു മകളും. നിവേദിത എന്നായിരുന്നു മകളുടെ പേര്, അഞ്ജേഷ് എന്നായിരുന്നു മകന്റെ പേര്. അപ്പോൾ ഈ ഒരു വിജയ് ശർമ്മ അവിടെയുള്ള ഒരു ലോക്കൽ പേപ്പറിൽ ഒരു ന്യൂസ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ആളുടെ അച്ഛനായിട്ടുള്ള ആനന്ദ് ശർമ്മയും അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അതായത് ടോട്ടൽ 5 പേരായിരുന്നു ആ ഒരു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് ഏകദേശം ഒരു 10-11 വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 20, 2014. അന്നേ ദിവസം ഫിറോസാബാദിൽ ഇവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ എന്തൊക്കെയോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയ് ശർമ്മയും 2 മക്കളും കൂടെ രാവിലെ തന്നെ ആ ഒരു ഫംഗ്ഷന് പോയി. അതിനുശേഷം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, പിന്നീട് രാത്രിയായി, മിഡ് നൈറ്റിന് ശേഷമാണ് അവരവരുടെ വീട്ടിലോട്ട് തിരിച്ചെത്തുന്നത്. തിരിച്ച് വീട്ടിലെത്തിയവർ കോളിംഗ് ബെൽ അടിച്ചു, എന്നാൽ യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ ഡോറിൽ ഇങ്ങനെ നോക്ക് ചെയ്തു. അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഡോറിൽ ലോക്ക് ചെയ്തിട്ടില്ല, തുറന്നാണ് കിടക്കുന്നത് എന്നുള്ളത്. വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫായിരുന്നു. അപ്പോൾ അദ്ദേഹം ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. കൂടെ 2 മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് ഓൺ ചെയ്ത് അദ്ദേഹം നോക്കിയപ്പോൾ അതിഭീകരമായൊരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. അതായത് വീട് മുഴുവൻ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവർ വളർത്തുന്ന ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായ ഉണ്ടായിരുന്നു. ആ ഒരു നായ കുത്തേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഇത് കണ്ടപ്പോൾ തന്നെ ആളാകപ്പാടെ ഷോക്കായി. തൻ്റെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നേരെ ബെഡ്റൂമിലോട്ട് അയാൾ ഓടി ചെല്ലുകയായിരുന്നു. അപ്പോൾ അതിദാരുണമായ രീതിയിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്ന തൻ്റെ ഭാര്യയായിരുന്നു അയാൾ കണ്ടത്. ഇത് കണ്ട് ആളുടെ മക്കളും അദ്ദേഹവും അതുപോലെ തന്നെ നിലവിളിക്കുകയാണ്. ഈ ഒരു നിലവിളിയൊക്കെ കേട്ട് നൈബേഴ്സും മറ്റും ഓടിക്കൂടി. വിജയ് ശർമ്മ അടുത്തതായിട്ട് അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുറിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ മുറി പുറത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആള് കിടന്നുറങ്ങുകയായിരുന്നു. ഇതിനിടയിൽ നൈബേഴ്സ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു വീട്ടിൽ മോഷണവും കാര്യങ്ങളും നടന്നെന്നുള്ളത് ആ സമയത്ത് തീർച്ചയായിരുന്നു. കാരണം അലമാരയും അതുപോലെ തന്നെ സേഫും കാര്യങ്ങളും എല്ലാം തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീടാകെപ്പാടെ അലങ്കോലമായിട്ടും കിടക്കുകയായിരുന്നല്ലോ. അദ്ദേഹം നോക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഗോൾഡും പണവും എല്ലാം തന്നെ മോഷണവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ആ ഒരു നീലം ശർമ്മയ്ക്കും അതുപോലെ തന്നെ ആ നായയ്ക്കും എന്താണ് സംഭവിച്ചത്? ആരാണത് ചെയ്തത്? 2014 ആഗ്ര പോലീസിനെ തന്നെ വട്ടം കറക്കിയ ഒരു കേസായിരുന്നു ഇത്. പോലീസുകാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഈ ഒരു കേസിന് ഒരു ലീഡ് കിട്ടുന്നതും അതിനുശേഷം ഈ ഒരു കേസ് പിന്നീട് തെളിയിക്കുന്നതും. അപ്പോൾ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. വിവരമറിഞ്ഞ് പോലീസുകാർ നേരെ സ്ഥലത്തെത്തുകയാണ്. അതേപോലെ തന്നെ ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി. അവർ തെളിവുകളും മറ്റും ശേഖരിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ആ ഒരു വീട്ടിൽ നിന്ന് അവർക്ക് ഫിംഗർ പ്രിൻറ്റ്സോ മറ്റോ ഒന്നും തന്നെ ലഭിച്ചില്ല. ഈ വീടിനകത്തോട്ട് കയറിയ കള്ളന്മാർ നല്ല പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവർ എന്താ പറയുക, അവിടെ ഉണ്ടായിരുന്ന തെളിവുകളും മറ്റുമൊക്കെ ഇല്ലാതാക്കിയിട്ടായിരുന്നു പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് അവിടെ ഫിംഗർ പ്രിൻറ്റ്സോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിയുള്ള മാർക്കിങ്സോ ഒന്നും തന്നെ പോലീസിനെ കൊണ്ടും ഫോറൻസിക് ടീമിനെ കൊണ്ടും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ കില്ലർ ഏത് വഴിയാണ് വന്നതെന്ന് അവർ നോക്കി. അപ്പോൾ ജനലും വാതിലുകളും ഒന്നും തന്നെ പൊളിച്ചിട്ടൊന്നുമില്ല. സോ ഒരു ഫോഴ്സ്ഡ് എൻട്രി ആ ഒരു വീട്ടിൽ നടന്നിട്ടില്ല എന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. മേ ബി അപ്പോൾ ഇവർക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത് എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു വിജയ് ശർമ്മയുടെ അടുത്ത് പോലീസുകാർ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ശത്രുക്കളോ മറ്റോ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ലാൻഡിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തൻ്റെ കുറച്ച് റിലേറ്റീവ്സുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു വിജയ് ശർമ്മ പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ തൻ്റെ 3 റിലേറ്റീവ്സിൻ്റെ പേര് വിവരങ്ങൾ എല്ലാം തന്നെ വിജയ് ശർമ്മ പോലീസിന് കൈമാറുകയാണ്. അപ്പോൾ പോലീസുകാർ ആ ഒരു വീടടച്ച് 3 ദിവസത്തേക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ട് സീൽ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ നീലം ശർമ്മയുടെയും ഡോഗിൻ്റെയും ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയും ചെയ്തു. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ 14 തവണ വളരെ ആഴത്തിലുള്ള കുത്തുകളേറ്റിട്ടായിരുന്നു നീലം ശർമ്മ കൊല്ലപ്പെട്ടത്. ബ്ലഡ് ലോസ് തന്നെയായിരുന്നു മരണകാരണം. ഈ ഒരു ഡോഗിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാന രീതിയിലായിരുന്നു അതും കൊല്ലപ്പെട്ടത്. അപ്പോൾ 9 വളരെ ഡീപ്പായിട്ടുള്ള കുത്തുകളായിരുന്നു ഡോഗിനെ ഏറ്റിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ ഇതിനിടയിൽ ആ 3 റിലേറ്റീവ്സിനെ മറ്റൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാൽ ഇവർക്കൊന്നും അതിൽ വലിയ പങ്കുള്ളതായിട്ട് പോലീസിനെ കൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സോ ഇവരല്ലാത്ത ഈ ഫാമിലിയെ അറിയുന്ന മറ്റാരോ ആണിത് ചെയ്തത് എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്.
അതേപോലെ തന്നെ ഇവർക്ക് വേറെന്തെങ്കിലും ശത്രുക്കളുണ്ടോ? അതായത് കുറേ വർഷങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് അവർ ആ ഒരു പക എന്താ പറയുക പിന്നീട് കറക്റ്റ് ടൈം നോക്കിയിട്ട് വീട്ടിയതാണോ? അങ്ങനെയുള്ള ആംഗിളുകളിലും പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ എവിടെയും എത്തിയില്ല. അങ്ങനെ കുറച്ചധികം ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു വിജയ് ശർമ്മ എന്നത്തെയും പോലെ ജോലിക്കൊക്കെ പോയി അതിനുശേഷം വീട്ടിൽ വന്നിങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ഇങ്ങനെ പല പല കാര്യങ്ങൾ ആളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് ആൾക്ക് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. ആൾ ഉടനെ തന്നെ ആ ഒരു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഒരു ഭാഗത്തോട്ട് പോവുകയായിരുന്നു. വേറെ എങ്ങോട്ടായിരുന്നില്ല, തൻ്റെ വീട്ടിലെ കിളിയെ വെച്ചിരിക്കുന്ന ഒരു കൂടിനടുത്തോട്ടായിരുന്നു ആൾ പോയത്. അപ്പോൾ ഈ ഒരു കിളിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ മരണാനന്തര ചടങ്ങുകളും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ കിളി നല്ല രീതിയിൽ ഒച്ചയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒച്ചയും ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആകെ പരിഭ്രാന്തി കാട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് മുൻപോ എന്നാൽ അതിന് ശേഷമോ അത്തരത്തിലുള്ളൊരു ഒരു എന്താ പറയുക ആ ഒരു സ്വഭാവം ആ കിളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നിട്ടില്ല. ഇവർ ഫിറോസാബാദിൽ നിന്ന് വന്ന സമയത്ത് ആ കിളിയുടെ കൂടിൻ്റെ മുകളിൽ എന്തോ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തുണി മാറ്റി നോക്കിയപ്പോൾ കിളി ആകപ്പാടെ പകച്ചു നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കൊടുത്തിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചടങ്ങ് നടക്കുന്നതിനിടയിൽ ആ കിളി വലിയ രീതിയിൽ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതും പിന്നീട് അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് സൈലൻ്റ് ആകുന്നതും. ഇതൊരു തത്തയായിരുന്നു, സംസാരിക്കാൻ കഴിവുള്ള ഒരു തത്തയായിരുന്നു, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു തത്തയായിരുന്നു. അങ്ങനെ ആള് ആ ഒരു കിളിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതായത് ആള് കിളിയുടെ അടുത്ത് വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ പറയാണ്, അമ്മനാരാണ്, എന്തെങ്കിലും ചെയ്തതായിട്ട് നീ കണ്ടിട്ടുണ്ടോ, ഈ ഒരു സമയത്ത് നീ മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കിളിയോട് വളരെ എന്താ പറയുക സാധാരണഗതിയിൽ ആള് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഈ കിളിയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ കിളിയെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കൊലപാതകം ആ സമയത്ത് ആ ഒരു കിളി കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു കിളി അത്രത്തോളം പകച്ചു പോയതും അതുപോലെ പിന്നീട് ഫുഡും കാര്യങ്ങളൊന്നും മര്യാദക്ക് കഴിക്കാതായതും എന്നുള്ളൊരു ആ ഒരു ചിന്ത അദ്ദേഹത്തിന് വരികയാണ്. അങ്ങനെയാണ് ആൾ കിളിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ആൾ കിളിയുടെ അടുത്ത് പറയുകയാണ്, എന്തായാലും നീ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ പേരുകൾ പറയാം, അങ്ങനെ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ, അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇയാൾ ആ ഒരു ചടങ്ങിന് വന്ന ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും ഇങ്ങനെ പറയാണ്. അതിനുള്ളിൽ അശു എന്ന് പറയുന്നൊരു പേര് പറഞ്ഞപ്പോൾ ആ കിളി വീണ്ടും ഒച്ചുണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ അശു അശു എന്ന് പറയുകയും ചെയ്തു. ഈ അശു എന്ന് വിളിക്കുന്ന പയ്യൻ്റെ പേര് അശുതോഷ് എന്നായിരുന്നു. ആ പയ്യൻ വിജയ് ശർമ്മയുടെ അനന്തരവനായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വീട്ടിലോട്ട് വരാറുണ്ട്. ഈ കിളിയുടെ അടുത്തും അതുപോലെ തന്നെ ആ നായയുടെ അടുത്തും ഒക്കെ വളരെ നല്ല രീതിയിലായിരുന്നു പെരുമാറാറുണ്ടായിരുന്നത്. അവരൊക്കെ കളിപ്പിക്കാറുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കിളിയുടെ അടുത്ത് പോയിട്ട് എന്താ പറയുക തൻ്റെ പേര് പറയാനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആ പേരും കിളി പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കുടുംബവുമായിട്ട് വളരെ നല്ല രീതിയിൽ ബന്ധമുള്ളൊരു പയ്യനായിരുന്നു അശുതോഷ്. പിന്നീട് വിജയ് ശർമ്മ റീകളക്ട് ചെയ്തപ്പോൾ ഈ ഒരു അശുതോഷ് വന്ന ടൈമിലാണ് കിളി പരിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ ഒച്ച വെച്ചിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇദ്ദേഹം പോലീസുകാരുടെ അടുത്ത് ഇത്തരത്തിലുള്ളൊരു കാര്യം പറയുകയാണ്. പോലീസുകാർ തന്നെ ഇത് കേട്ടിട്ട് ആകെപ്പാടെ എന്താ പറയുക ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അവർ നേരെ ആ ഒരു വീട്ടിലോട്ട് വന്നു. പിന്നീട് ഇദ്ദേഹം കിളിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ കിളി പരിഭ്രാന്തനാകുന്നതും അതുപോലെ തന്നെ എന്താ പറയുക അശുതോഷിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതൊക്കെ പോലീസുകാരോട് കേൾക്കുകയാണ്. ഇതൊരു തുമ്പായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഈ അശുതോഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അർജുൻ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്കായിരുന്നു ആൾ താമസിക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് ആൾ കസ്റ്റഡിയിലെടുത്തു. ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും തന്നെ ആൾ ആദ്യം സംബന്ധിച്ചില്ല. എന്നാൽ അതിനുശേഷം പോലീസുകാർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പല കാര്യങ്ങളും ആൾ തുറന്നു പറയുകയാണ്. അതുപോലെ തന്നെ ആളുടെ കയ്യിലും മറ്റൊക്കെ നോക്കുമ്പോൾ പാടുകളുണ്ടായിരുന്നു. മെയിൻലി ഏതോ പട്ടി മാന്തിയ പോലെയുള്ള പാടുകളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിൽ പോലീസുകാർ മനസ്സിലാക്കിയത് ഇതൊക്കെയായിരുന്നു. ഈ അശുതോഷ് വീട്ടിൽ കുറേ സീനൊക്കെ ഉണ്ടാക്കുന്നൊരു പയ്യനായിരുന്നു. അത്യാവശ്യം ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നൊരു പയ്യനായിരുന്നു. ഈ വിജയ് ശർമ്മയുടെ സഹോദരിയുടെ മകനായിരുന്നു അശുതോഷ്. ഈ ഒരു വിജയ് ശർമ്മ കാണുന്നുണ്ടെങ്കിൽ ആള് മോനെ പോലെയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ആ പയ്യനെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഠിക്കാനും മറ്റൊക്കെ പൈസ ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ മര്യാദക്ക് പഠിച്ചില്ല, അതേപോലെ തന്നെ മര്യാദക്ക് ഒരു ജോലിക്കും പോയില്ല, ഡ്രഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വേറെ തരത്തിലുള്ള കൂട്ടുകെട്ടിലൊക്കെ പോയി അങ്ങനെ ഒരു വല്ലാത്തൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു ആ ഒരു പയ്യൻ്റേത്.
അങ്ങനെ ക്യാഷിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചപ്പോഴാണ് അശുതോഷ് ഒരു കാര്യം ഓർത്തത്. തൻ്റെ മാമൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട്, അതായത് ആളുടെ വീട്ടിൽ എന്തായാലും ക്യാഷ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് കൊള്ളയടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് ആൾ എന്താ പറയുക ഓർക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തായിട്ടുള്ള റോണി എന്ന് പറയുന്നൊരു പയ്യൻ്റെ അടുത്ത് ഈ ഒരു കാര്യവും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും മാമൻ്റെ വീട് കൊള്ളയടിക്കാനുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയായിരുന്നു. കറക്റ്റായിട്ടൊരു തക്കം കിട്ടുന്ന ടൈമിൽ അവിടെ കയറി ഈ പണവും അതുപോലെ തന്നെ ആഭരണങ്ങളും അടിച്ചുകൊണ്ട് പോരാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അവരെത്തിയത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് ആ ഫെബ്രുവരി 20 അപ്പോൾ ഈ പയ്യന് മനസ്സിലായി അന്നത്തെ ദിവസം റിലേറ്റീവിൻ്റെ അവിടെയുള്ള ഫംഗ്ഷന് വിജയ് ശർമ്മയും മക്കളും പോകും, അപ്പോൾ ആ വീട്ടിലാകപ്പാടെ നീലൻ ശർമ്മ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടാണ് അന്നത്തെ ദിവസം തന്നെ അതിനു വേണ്ടി ചൂസ് ചെയ്തത്. പിന്നെ ആ വീട്ടിലെ അപ്പൂപ്പൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ നേരത്തെ കിടക്കും, മരുന്നൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുക, സ്ലീപ്പിംഗ് പിൽസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്, അത്യാവശ്യം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്. സോ ആൾ നേരത്തെ കിടക്കും, ആൾ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആൾ പെട്ടെന്നുകൊണ്ട് എഴുന്നേക്കില്ല, കാരണം മെഡിസിനൊക്കെ എടുത്തിട്ടാണല്ലോ കിടന്നുറങ്ങുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. പിന്നെ അശുതോഷിനെ അറിയുന്നത് കൊണ്ട് തന്നെ നായ കുരക്കാനും സാധ്യതയില്ല. സോ ഈസി ആയിട്ട് കൊള്ളയടിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ അന്നത്തെ ദിവസം ഒരു രാത്രി 10 മണിയൊക്കെ ആയ ടൈമിൽ ഇവർ വന്ന് ഡോറിൽ തട്ടുകയാണ്. അപ്പോൾ നീലം ശർമ്മ ആരാ വന്നതെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അശുതോഷ് ഞാനാണെന്ന് പറഞ്ഞു. പരിചയമുള്ള സൗണ്ടാണ്, അശുതോഷിൻ്റെ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത് മുഖം മൂടിയൊക്കെ ധരിച്ച് അശുതോഷ് നേരെ ഇവരുടെ മുന്നിലോട്ട് ചാടി വീഴുകയാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള ഗോൾഡും പണവും കാര്യങ്ങളൊക്കെ തരാനായിട്ട് പറയുകയാണ്. ഇത് കണ്ട പട്ടി ആദ്യം തന്നെ ഒന്ന് കുരച്ചു, പിന്നെ നോക്കുമ്പോൾ ഇത് അശുതോഷാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ കുരക്കൽ നിർത്തി. എന്നാൽ ഈ ഒരു നീലം ശർമ്മയെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ റൂമിലോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ടപ്പോൾ ആ ഡോഗ് വീണ്ടും കുരയ്ക്കുകയാണ്. അതുപോലെ തന്നെ കൂട്ടിൽ കിടന്നിരുന്ന തത്തയും ഒച്ചയുണ്ടാക്കാനും മറ്റും തുടങ്ങി. അങ്ങനെ റോണിയെ ഈ നായ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നീലം ശർമ്മ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. ആ ഒരു സമയത്ത് ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് ഈ ഒരു അശുതോഷും റോണിയും ഇവരെ രണ്ടുപേരെയും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഒരു സ്ത്രീ ഇത്രയും കാലം തനിക്ക് വെച്ച് വിളമ്പി തന്നൊരു സ്ത്രീയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇത്രത്തോളം തന്നെ സ്നേഹത്തോടു കൂടി നോക്കിയ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പോലും ചിന്തിക്കാതെ ആയിരുന്നു ഇത്തരത്തിൽ വളരെ ക്രൂരമായി ആ ഒരു നീലം ശർമ്മയെ ഈ അശുതോഷ് കൊലപ്പെടുത്തിയത്. അതിനോടൊപ്പം തന്നെ ആ ഒരു പട്ടിയെയും കൊലപ്പെടുത്തി. പിന്നെ ഈ കിളി ഒച്ചെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് ആ കിളിയുടെ കൂടിൻ്റെ മുകളിലിടുകയും ചെയ്തു. പിന്നീട് ഈ ഒരു കിളിയായിരിക്കും തങ്ങളെ കാട്ടിക്കൊടുക്കുന്നത് എന്നുള്ളത് ആ സമയത്ത് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. അങ്ങനെ അവർ കരുതിയിരുന്നെങ്കിൽ ആ ഒരു കിളിയെ കൂടെ അവർ ആ സമയത്ത് തന്നെ വകവരുത്തിയേനെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ അപ്പൂപ്പൻ ഓൾറെഡി നേരത്തെ മരുന്നൊക്കെ കഴിച്ച് കിടക്കും എന്നുള്ളതും അശുതോഷിന് അറിയായിരുന്നു. അതുകൊണ്ട് ആളുടെ ഡോറ് പുറത്ത് നിന്ന് ജസ്റ്റ് ലോക്ക് ചെയ്തിടുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക ഗോൾഡും പണവും കാര്യങ്ങളൊക്കെ അവർ കൊള്ളയടിച്ചു. പിന്നീട് അവിടെ നിന്ന് അവർ എസ്കേപ്പ് ആവുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു മിഡ് നൈറ്റ് കഴിഞ്ഞ സമയത്താണ് വിജയ് ശർമ്മ അങ്ങോട്ട് എത്തുന്നതും അതിനുശേഷം ആള് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നതും പിന്നീട് പോലീസിനെയും മറ്റും വിവരം അറിയിക്കുന്നതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു തത്തയുടെ മൊഴിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, ഒരു കോടതി അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസും കാര്യങ്ങളൊക്കെ പോലീസുകാർ കളക്ട് ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു കൊലപാതകം നടന്ന ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ ആ തത്തയ്ക്ക് വയ്യാതായി, അതും മരിച്ചു. പിന്നെ ലോകേഷ് എന്ന് പറയുന്ന ഇവരുടെ അയൽവാസിയായിട്ടുള്ള ഒരാൾ അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ 2 പേര് പോകുന്നതും അതേപോലെ 2 പേരും ഒക്കെ മൂടി വെച്ച് ഇങ്ങേറ്റ് പുറത്തോട്ട് പോകുന്നതും കണ്ടതായിട്ട് സാക്ഷി പറയുകയും ചെയ്തു. അതേപോലെ തന്നെ പോലീസുകാർക്ക് അവിടെ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് കണ്ടെടുക്കാനും സാധിച്ചു. പിന്നീട് ഒരുപാടധികം കാലം കേസ് നടന്നു. 2023 ഈ ഒരു കേസിൻ്റെ വിധി വരുന്നത്. അപ്പോൾ ആ ഒരു വിധിയിൽ ഇവർക്ക് 2 പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചത്. എന്നാൽ അതിനിടയ്ക്ക് 2021 കോവിഡ് വന്ന്, അതായത് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിജയ് ശർമ്മ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കിളിയാണ് ഈ ഒരു കേസിൽ ഒരു ലീഡ് കൊടുത്തത്. സിമിലർ ആയിട്ടുള്ള കേസ് ഇതേപോലെ തന്നെ പുറത്ത് നടന്നിട്ടുണ്ട്, ഫ്ലോറിഡയിലാണെന്ന് എന്തോ തോന്നുന്നു. നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതായിട്ടാണ് എനിക്കൊരു ഓർമ്മയുള്ളത് മുൻപ് എപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഇതിന് മുൻപും നടന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തത്ത സാക്ഷി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതി അക്സെപ്റ്റ് ചെയ്യില്ല, അവിടെ അങ്ങനെ തന്നെയാണ്. ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. And it's me Rajan signing off. Peace. Stay peaceful guys. Stay safe.